ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. ലിയോപ്പ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിംഗ് മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം അനിക്കേഷ് വലിയ സ്വാഗതം. കുറച്ച് ദിവസങ്ങളൊക്കെ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കുക്കിങ്ങിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാം അനിക്കേഷ് വലിയ സ്വാഗതമാണ്. അപ്പം നമ്മളിന്ന് വിഷു ആഘോഷിക്കുകയാണല്ലേ. നമ്മുടെ കേരളത്തിലൊക്കെ വിഷു ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ ആശംസകൾ പറയുവാണ്. എല്ലാവരും കൂടി പായസം ഉണ്ടാക്കി സദ്യയൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കുക. ഇവിടെ വിഷു ആഘോഷമൊന്നുമില്ലേ, രാവിലെ ഫോട്ടോയൊക്കെ എടുത്തൊക്കെ ആശംസിക്കുകയാണ്. അപ്പം വൈകിട്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറുതായിട്ട് കാലാവസ്ഥയൊക്കെ മെച്ചപ്പെട്ട് വരുവാണ്. അപ്പോൾ എന്താണ് നമ്മൾ കുക്കിങ്ങിൻ്റെ ഡേ ആണ് കേട്ടോ. ഇന്നത്തെ വിഭവങ്ങളൊക്കെയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ജോർജിൻ ഡേ ആണ്. അപ്പൊ ഇത് നമ്മുടെ ലിയോൺ ആണ് കേട്ടോ. എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്നതൊക്കെ നമ്മുടെ വീട്ടിലെ പറ്റിയാണ് ലിയോ. ഒരു പൂച്ചയും കൂടെ ഉണ്ട് ജോർജ്. അവൻ പുറത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ അതിഥികളാണ് ഇവര്. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാരും ഇല്ലാത്ത ദിവസമാണ്. നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ചെയ്യാൻ പോകുന്ന കുറച്ച് കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോസിന്റെ കീഴിൽ വന്നിട്ട് വളരെ കുറച്ച് വ്യൂസ് നമുക്കുള്ളൂ. ആകെ 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ 2 സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർ നമുക്ക് ചില കമന്റുകളൊക്കെ നമുക്ക് നമ്മളെ പച്ചക്ക് തെറി വന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കണമെന്ന് നമ്മുടെ ടൈം പാസ് എന്റർടൈൻമെന്റ് ഭാഗമാണ്. എൻഗേജ് ചെയ്യാനാണ് അപ്പം അത് ആ രീതിയിൽ ശ്രമിക്കുക. ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം പറയുന്നത് ബട്ട് ഇത്രയും മാത്രം ചെയ്യാനുള്ള വീഡിയോസ് വളരെ ഒരു മാന്യമായിട്ട് ചെയ്യുന്ന വീഡിയോസ് മോശം കമന്റ് പറയാനോ ആളുകളോട് പറയാനോ സോ വി ഡെഫിനറ്റ്ലി കണ്ടിന്യൂ. ഓക്കെ, സോ വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് കുക്കിംഗ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ കാണിക്കാൻ പോണ 1-2 കാര്യങ്ങളാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണ് പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ കുറച്ച് ചിക്കനും അതുപോലെ പോർക്കും കൂടെ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ ചെറിയൊരു തോരണം, അതുപോലെ മെഴുക്ക് എന്നൊക്കെ പറയാം. ആ രീതിയിൽ മെഴുക്ക് എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് കൂടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഏകദേശം സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് അതൊന്ന് അരിഞ്ഞ് പറക്കി മുളക് തിരുമ്മി എല്ലാം സെറ്റപ്പ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റെയർ ഫ്രൈ പോലുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതായത് ചിക്കനുണ്ട്, അതുപോലെ തന്നെ പോർക്കും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കത്തിന് 2 കളറുണ്ട്. അതിൻ്റെ അടിയിൽ സവോള ഉണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എല്ലാം തിരുമ്മി പറക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പന്നിയും അതുപോലെ തന്നെ കോഴിയും കൂടെ ശരിക്കും ഒന്ന് ചെറിയ രീതിയിൽ കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഹെർബ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പീസാണ് ആട്ടോ അരിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് ഹെർബ്സ് ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ സോയ ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, അതിൻ്റെ പേര് സോയ സോസ്, അത് ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം ഒഴിച്ച് കുറേ ഹെർബ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചേക്കണം. അപ്പോൾ വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സാധാരണ ഉണ്ടാക്കുമ്പോഴുള്ള സ്റ്റെയർ ഫ്രൈ ഒക്കെയാണ് നമ്മൾ ഇവിടുത്തെ പുറത്തുണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റെയർ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ക്യാപ്സിക്കം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ക്യാപ്സിക്കം, സവോള ചേർക്കണം. പിന്നെ 1-2 ചെറിയ വെജിറ്റബിൾസ് കൂടെ അതിൽ ആഡ് ചെയ്യണം. കുറച്ച് ബീൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റെയർ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇതൊരു ഡിഷാണ്. സ്റ്റെയർ ഫ്രൈ നമ്മൾ സാധാരണ ഉള്ള ആ രീതിയിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിലൊരു ടച്ച് കൊടുക്കണം നമ്മുടെ എല്ലാം കുക്കിംഗ് കാണുന്നത് പോലെ. അതാണ് കാണാനായിട്ട് പോകുന്നത്.
അപ്പോൾ നമ്മൾ സ്റ്റെയർ ഫ്രൈ എന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അത് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി വലിപ്പമുള്ള കഷ്ണങ്ങളാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി അത്യാവശ്യം ചേർക്കാനുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ 2 കളർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് രണ്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സവോളയാണ് പിന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെയുള്ള പച്ചക്കറിയാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ബെൽ പെപ്പർ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്യാപ്സിക്കല്ലേ അതിൻ്റെ വേറൊരു അത് തന്നെ ബെൽ പെപ്പർ എന്ന് അതിന് പറയുമ്പോൾ അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവാൻ പാകത്തിനൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി എന്താ പറയുക നമ്മുടെ ബീൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പച്ചക്കറികളെല്ലാം സമർത്ഥമായിരിക്കട്ടെ നമുക്കൊന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ഇച്ചിരി ബീൻസും കൂടെ ആഡ് ചെയ്തു. ഇനി കഴിഞ്ഞ ദിവസം വേണ്ടി നല്ല അടിപൊളി ബീൻസാണ്. ബീൻസ് കൂടെ നമുക്ക് അതിൻ്റെ സാധനങ്ങൾ വെട്ടി കളഞ്ഞിട്ട് അതിൻ്റെ അരിയും മൂലയും കളഞ്ഞിട്ട് എളുപ്പമുള്ള കുക്കിംഗ് ആണ്, അത് പാടുള്ള കുക്കിംഗ് അല്ല. ഇത് ഇച്ചിരി ഈസി ആയിരിക്കും. എപ്പോഴാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു പാടില്ല. ബീൻസ് 2 വലിയ സൈസിലായിട്ട് അടിപൊളി ബീൻസ്. അപ്പം നമ്മുടെ ഈ മിക്സ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റെയർ മിക്സ് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുള്ളാണ് കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ടപ്പോഴത്തേക്ക് നല്ല അടിപൊളി കളറാണ്. നമ്മുടെ വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല മണമാണ്. എല്ലാം കൂടെ നമുക്ക് ഇളക്കി ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കും. മീറ്റ് വെന്ത് കഴിഞ്ഞു നമുക്ക് ആ വെജിറ്റബിളും കൂടെ വന്നാൽ അടച്ചു ആ ഒരു ചെറിയ ചൂടിൽ ഇങ്ങനെ ഇച്ചിരി കുറച്ചിട്ടേക്കുന്നത്. അപ്പോൾ ആ ചെറിയ ചൂടിൽ നമ്മൾ അടക്കുക. അതിലേക്ക് നമ്മൾ അരി ഏകദേശം തിളച്ച് നോക്കിയിട്ടുണ്ട്. വെള്ളം ചേർത്തത് ബാസ്മതിൻ്റെ റൈസായിട്ട് പെട്ടെന്ന് ആട്ടോ. ഞാനെപ്പോഴും ബാസ്മതി അതുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് റെഡി ആയി കഴിഞ്ഞു. ചെറുതായിട്ട് ഏകദേശം വ്യവഹാരമായിട്ട് ചൂടനോടെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വെന്ത് വരത്തില്ല. നമ്മൾ അടിയിൽ പിടിക്കും. അതില്ലാത്ത രീതിയിൽ നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് വന്നു കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് കുറ്റം പറയുന്ന ആളോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പം അതിൽ ഒരു 100% നമ്മൾ സക്സസ് ആവുമോ അല്ലെന്നുണ്ടെങ്കിൽ 100% നമ്മൾ വിജയിച്ചു എന്നുള്ളതിലല്ല, പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം പറ്റുന്ന കുറ്റം പറയുക. എൻ്റെ വീഡിയോസിൽ ഒരു വൾഗറായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതല്ലാതെ മാന്യമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കടപ്പുള്ളവരുണ്ടല്ലോ, കുറേ പേരുണ്ടല്ലോ കടച്ച് നടക്കുന്നവർ, വേറെ പണിയൊന്നുമില്ലാതെ കടച്ച് നടക്കുന്നവർ കുറേ പേരുണ്ടല്ലോ. ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ സാധാരണ ഇത് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാറുള്ളതല്ല. എന്നിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം, ആ സമയത്ത് കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മറുപടി കൊടുത്തത്. പെണ്ണാണോ ആണോ എന്ന് അറിയത്തില്ല, എന്ത് പറഞ്ഞാലും നല്ല തെറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് കിട്ടി, വളരെ നിറച്ച് കിട്ടിയിട്ടുണ്ട്. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക, എന്തെങ്കിലും ചെയ്ത് കാണിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും സക്സസ്ഫുൾ ആവണമെന്നൊന്നുമില്ല, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വ്യൂസ് കിട്ടണമെന്നൊന്നുമില്ല. എനിക്കത് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുന്നു, നമ്മുടെ ടൈം നമുക്ക് നന്നായിട്ട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ദാറ്റ്സ് ഇസ് ഓൾ അബൌട്ട്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് പീപ്പിൾ തിങ്സ് ആൻഡ് ഹൗ മച്ച് ലൈക്സ് വി ഗെറ്റ്, or how much shares we get, or how much money we get. It's all about sharing our happiness, or freedom, and expressing our creativity. It's just all about that. I don't fucking care about being an asshole and the one who sent the message the other day. I'm far better than you. I know that you have nothing actually in your hand actually to look after your family or anything, but you do have a talent. I don't know people who are going the internet or the YouTube. I don't fucking care about you. I'm still continuing my passion, and one day I could definitely take strikes, but I do not want to stop my okay. The reason why I said like this is because sometimes it definitely hurts people, especially when doing such comments and everything. It's okay, like if someone is actually showing some sort of a naked show or something like that, but I don't do anything like that. This is a really nice video I do upload, so it's up to you to watch or not, or give comments. Definitely if you get like a vulgar comments, definitely get a feedback. They're going to stop. അപ്പോൾ നമ്മുടെ സ്ട്രൈ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ചോറ് ചേർത്ത് വേറെ എന്തെങ്കിലും കറികൾ വേണം, ഗ്രേവി അല്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും കറി കൂടെ കൂടി കഴിക്കണം. അപ്പം ഞാനിപ്പം ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അമേസിങ് ആക്ഷൻ, നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സമയം കിട്ടുമ്പോൾ ഞാനിതൊന്ന് കാണിക്കാം കേട്ടോ. നോക്കിയിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല രസമാണ് കഴിക്കാൻ. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുമ്പം മീൻസ് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ്. ഒരുപാട് ചാറോ കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ മണവും അനാവശ്യമായിട്ട് മണങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, കൊണ്ടുപോകാൻ പറ്റിയതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ഫ്രൈ റെഡിയായിട്ടാണ് ഡിഷ് ഔട്ട് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് അറിയിക്കാനില്ല, വേറെ ചേർക്കാനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കരുവേപ്പിലേക്ക് ഇട്ട് നല്ല പൊടിയല്ലേ. സ്റ്റേർ ഫ്രൈ ആണ് കേട്ടോ, സ്റ്റേർ ഫ്രൈ ആണ് നമ്മുടെ ആഡ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള സ്റ്റേർ ഫ്രൈ ആണ്, നല്ല ടേസ്റ്റാണ്.
അവരൊന്നും കഴിച്ചില്ല, മേല് വെച്ചോളൂ, ഒന്നും കഴിച്ചില്ല. രാവിലെ കടയിൽ പോയി സാധനം കഴിച്ചപ്പോഴൊന്നും ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കാം. അതും ഒരു ഇച്ചിരി മുളക് പൊടി, വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് അത്യാവശ്യത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇതൊന്ന് മൂത്ത് വരച്ചായിട്ട് നമുക്ക് ഇച്ചിരി ഒരുപാടില്ല, ചെറുതായിട്ട് ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് കിഴങ്ങിട്ട് കൊടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വെള്ളം കൂടെ ചേർത്ത് അത്യാവശ്യം വരാനുള്ള വെള്ളം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണം. നോക്കിയൊക്കെ എന്നാ കളർഫുള്ളാണ്, നോക്കിയല്ലേ, അടിപൊളിയായിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാനിങ്ങനെ നമ്മുടെ നാട്ടിൽ മുട്ടിലിടുമ്പോൾ തന്നെ മുട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർക്കും. ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെച്ചേക്കാണ്. എന്നിട്ട് വന്ന് കഴിയുമ്പോൾ മെഴുക്കായി വന്നോളും. ഓക്കെ, അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. നാട്ടിൽ വിഷുവിന്റെ സമയത്ത് നമ്മൾ പായസമൊക്കെ വെക്കണമെന്നൊരു ബുദ്ധിമുട്ടല്ലോ. എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. വീട്ടിലാവുമ്പോൾ എപ്പോഴും ചെറുതൊരു പായസം വല്ലതുണ്ടെങ്കിൽ സമയം പായസമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് പായസം, അവിടെ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. വിഷുവിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ എല്ലാവരും പായസം ഉണ്ടാക്കാറുള്ളത്. അതുപോലെ എൻ്റെ ബർത്ത്ഡേ വന്ന വെയിലാണ്. ആക്ച്വലി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. ആഘോഷിക്കുകയല്ല, ബർത്ത്ഡേ ആണെന്ന് പറയുകയായിരുന്നു. അതും ഒരു സർപ്രൈസാണ്. ഇന്ന് മൊത്തത്തിലൊരു കാലാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാലാവസ്ഥയല്ല. ചെറുതായിട്ട് മഴയുണ്ടാകുന്ന രാവിലെ, ചെറുതല്ല നന്നായിട്ട് മഴ
ഒരിക്കലും ഡ്രൈ ആയിട്ട് വരുന്നില്ല. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി കാലാവസ്ഥയിൽ. ഇനിയിപ്പോൾ സമ്മർ ആവാൻ തുടങ്ങുമല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെയാൻ തോന്നും. തുണി അളക്കാനിട്ടായിരുന്നു. അപ്പം തുണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഡ്രയറിൽ ഇട്ടോളണം. വെയിൽ വന്നേ പിന്നെ ഞാൻ സാധാരണ അതിൻ്റെ ഉള്ളിലാണ് ഇടാറ്, നമ്മുടെ പുറത്താണ് ഇടാറ്. പക്ഷെ ഇന്നിപ്പം കാലാവസ്ഥ ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഡ്രയറിൽ ഇട്ടാണ് വന്ന യൂണിഫോം കലക്കിയിട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ഉണങ്ങി. വെയിലുള്ളപ്പോൾ ഒരിക്കലും ഇടാറില്ല. ഇപ്പം നടക്കത്തില്ലല്ലോ. ഡ്രസ്സ് ഉണങ്ങി വരണം. അപ്പോൾ കുക്കിംഗ് ചെയ്താലും എനിക്ക് ഒട്ടും ഇഷ്ടമാണ് ക്ലീനിങ് ചെയ്യാൻ. വേറെ കുക്ക് ചെയ്യാൻ പണിയില്ല. പെട്ടെന്ന് കാര്യം കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു. ഡിഷ് വാഷർ എടുത്ത് വെക്കണം. വലിയ ചെറിയുള്ള ഐറ്റംസ് എല്ലാം വെക്കാൻ വേണമെന്ന് എല്ലാം വെക്കാറുണ്ട്. ഒത്തിരി ഗ്രീസ് ഐറ്റംസ് ഗ്രീസൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ പാത്രം കഴിഞ്ഞാൽ എല്ലാം തുടച്ച് പറക്കി എടുത്ത് വെക്കണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കില്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ തുടച്ചെടുത്ത് വെക്കണം. അടുത്ത ആൾക്ക് കുക്ക് ചെയ്യാനായിട്ട് എല്ലാം ഡ്രൈ ആയിരിക്കണം. ഗുഡ് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യാൻ മടിയാണ്. പക്ഷേ മടിയൊന്നും വിചാരിക്കില്ല. പിടിക്കത്ര
അപ്പോൾ നമ്മളുണ്ടാക്കിയ സ്റ്റെയർ ഫ്രൈ അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കും ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പം തൈരും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഷുവായിട്ട് സദ്യ ഒന്നുമില്ല, പക്ഷെ ഈ സദ്യയാണ് കഴിക്കുന്നത്.